പ്രജിതേ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇവിടെ നമ്മൾ ഫ്ലോറിൽ സംസാരിച്ച ഒരു വിഷയമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും കേരളത്തിലെ പിണറായിയുടെ പോലീസ് തടഞ്ഞു നിർത്തി. അതെ, ആ പെട്ടി വിവാദം. പെട്ടി വിവാദമൊന്നുമല്ല, വിവാദമൊക്കെ ഇവരുണ്ടാക്കിയതാണ്. അതെ അതെ, അല്ല ഞാൻ പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ പെട്ടി വിവാദം. അതെ, അതില് നമ്മൾ ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെ ഗവൺമെന്റിനെക്കാളും ചാർജ്. ഗവൺമെന്റിനെക്കാളും ചാർജ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. പ്രജിത സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയാണ്, സംസ്ഥാന സർക്കാരിന്റെ PRD ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥയാണ്. പ്രജിതയ്ക്ക് പിന്നെ അവിടെ നിന്ന് പേപ്പർ വരുന്നു, ബൈ ഡെപ്യൂട്ടേഷൻ നിങ്ങൾ ഇന്നു മുതൽ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ അക്കമ്പനി ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇന്ന ഉദ്യോഗസ്ഥനെയാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടെ നമുക്ക് ആ ഒരു ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ നിങ്ങൾ ബൈ ഡെപ്യൂട്ടേഷൻ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥയായി കഴിഞ്ഞു. അതായത് ആ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ പദവി തൽക്കാലത്തേക്ക് നിങ്ങൾ ഡെപ്യൂട്ടേഷനിലായി കഴിഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺ ജോലിക്കാരുമുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് ജോലിക്കാരുണ്ട്. പ്രജിതയ്ക്ക് അറിയുമെന്ന് അറിയില്ല, TN ശേഷൻ എന്നൊരു ഉദ്യോഗസ്ഥനോട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ പഠിക്കുമായിരിക്കും. എന്തായാലും ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥൻ വരുന്നു. ഈ ഉദ്യോഗസ്ഥൻ വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ കഴിയും, ഈ പറയുന്ന MLAക്കും MP ക്കും ഒക്കെയുള്ള അധികാരം പോലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്, തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവർക്ക് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നു, അദ്ദേഹമാണ് ആ നിയമവശങ്ങൾ പൊടിതട്ടിയെടുത്തത്. അത് വായിച്ചെടുത്ത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ആ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ തുടർക്കഥയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഇവരെ തടഞ്ഞു നിർത്തി. ഇത് പറയുന്ന പോലെ ഇപ്പൊ ഞാനായിരുന്നാലും, നമ്മളൊന്നുമല്ല, നമ്മള് മാധ്യമ മേഖലയിലെ അതെ നമ്മളാണെങ്കിലും ബഹുമാനപ്പെട്ട നികേഷ് കുമാർ ആയിരുന്നാലും പിണറായി വിജയൻ പോലും, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പോയിരുന്നാലും, സാർ ഒന്ന് വണ്ടി നിർത്തണേ സാർ, ഒന്ന് ബാഗ് പരിശോധിക്കാനാണ്, അല്ലെങ്കിൽ വണ്ടി പരിശോധിക്കാനാണ്, നോക്കിക്കോളൂ എന്ന് പറയും. ഇവിടെ ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരെ നിർദാക്ഷിണ്യമാണ് ഇവർ സംസാരിച്ചത്. നിർദാക്ഷിണ്യം എന്ന് പറഞ്ഞാൽ ഇവർ യാതൊരു മയവും ഇല്ലാതെ എന്നുവെച്ചാൽ ഭരണം തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, നിന്നെയൊക്കെ കാണിച്ചു തരാം. അതിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എല്ലാ വിഷയത്തിനും, അതായത് ആകാശത്തിന് കീഴെ ഭൂമിയിൽ ഒരു മന്ത്രിയെ കുറിച്ച് ചോദിച്ചാൽ ക്യാമറയും കൊണ്ട് സംസാരിക്കുന്ന VD സതീശൻ ഇന്നലെ ഓടി ഒളിച്ചു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, കുട്ടിക്കൊരങ്ങന്മാർക്ക് രാഷ്ട്രീയം, VD സതീശൻ ആദ്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയം പഠിപ്പിക്കണം. രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കണം. VD സതീശനൊപ്പം നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ, ഇപ്പൊ ഷാഫിയുടെ പേരൂടെ പോയോ, ഷാഫി എന്താ അറിയാത്ത? ഷാഫി ഈ കൂട്ടത്തിൽ ചേർന്നിട്ട് ഷാഫി എന്ന ഇത് അറിയില്ലേ? ഷാഫിയുടെ ഒരു എന്താ പറയാ പിന്തുണ പോകുന്ന ഒരു തരത്തിലുള്ള ഷാഫിയുടെ പിന്തുണയൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഷാഫി ഇനി പിന്തുണ കൊടുത്താൽ ഷാഫി പോലും മാറിപ്പോവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മാങ്കൂട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം ചേട്ടൻ പറയുമ്പോഴേ പാലക്കാട് ഗോൾവാൾക്കറിന്റെ ആ പേര് കൊടുക്കുന്നത്, നൈപുണ്യ കേന്ദ്രത്തിന് ആ പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ വിവാദം ഇവർ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ ആരുടെ പേര് വേണമെങ്കിലും കൊടുക്കാം, ഇതിൽ വലിയ വിഷയമൊന്നുമില്ല. നമ്മളുടെ ഈ പറയുന്ന വാര്യംകുന്നന്റെ അടക്കം ഇവിടെ കൊടുക്കുമ്പോ അതൊന്നും പറയുമ്പോ ഇവിടെ ആർക്കും കൊള്ളുന്നില്ല, അതൊന്നും പ്രശ്നമില്ല. ആരാണ് വാര്യംകുന്നൻ എന്നുള്ളതിന്റെ ശരിയായ നെറേറ്റീവ് ഇവിടെ ആരും പറയാറുമില്ല. അത് മനഃപൂർവ്വം പറയാത്തതുമാണ്. അത് ഒരു വശം. ഞാൻ പറയുന്നത് ആ സമയത്ത് പോലും പ്രകടനപരത എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രകടനപരതയല്ല പറയുക, അതിനകത്ത് നമ്മൾ നമ്മുടെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയും. അറ്റൻഷൻ സീക്കിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റേജില് അല്ലെങ്കിൽ ചില നടന്മാരുടെ അഭിനയം, അതെ, അന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിരോധം നമുക്ക് എതിർക്കാം. എനിക്ക് ചേട്ടന്റെ രാഷ്ട്രീയം അല്ല എന്റെ രാഷ്ട്രീയം, എനിക്ക് ചേട്ടനെ എതിർക്കാം, ബൈ പോയിന്റ്സ് നമുക്ക് എതിർക്കാം. അതുകൊണ്ട് എനിക്ക് ചേട്ടനോട് ഭയങ്കര അടങ്ങാത്ത വൈരാഗ്യം അങ്ങനെയൊന്നും, അത് ഇത്രയും നാളിന്റെ ഇടക്ക് നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു നോക്കിയാൽ അങ്ങനെയുള്ളവർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സതീശനും പിണറായിയും തമ്മിൽ കണ്ടാൻ മിണ്ടാതിരിക്കണം, മറ്റുള്ളവർ ഒരു വേദി പോലും പങ്കിടാണ്ടിരിക്കണം. AK ആന്റണിയും പിണറായി വിജയനും തമ്മിൽ അടച്ചിട്ട മുറിയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടത്തിയത്. നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ അതിൽ എന്തോ കാര്യമില്ലേ എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ. പ്രജിത, ഇത് ഇങ്ങനെയും സംഭവിക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാഹുൽ മാങ്കൂട്ടം ഈ MLA ആയതിനു ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള മാറ്റമാണ്. എല്ലാത്തിനോടും ഒരുതരം ആക്രോശിച്ചുകൊണ്ട്
അവജ്ഞ, ജയിക്കിന്റെ മുഖഭാവവും ഏതാണ്ട് ഇപ്പൊ സമാനമായിട്ടുള്ളതാണ്. ഒരു ലോഡ് പുച്ഛമാണ്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു സന്ദർഭം ഏതാ വെച്ചാൽ, ഓണത്തിന്റെ സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാ രാഷ്ട്രീയ ആൾക്കാരുമുണ്ട്. ആ ആൾക്കാരിന് ചിന്താ ജെറോം ഉണ്ടായിരുന്നു, വസീഫ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അപ്പൊ അദ്ദേഹം ഒക്കെ ഇരുന്നിട്ട് അരുണാണോ എന്നറിയില്ല, അല്ല അവിടെ ഉണ്ടായിരുന്നത് പാർട്ടിയുടെ CPM ആരാന്ന് അറിയില്ല. പക്ഷേ അപ്പൊ എന്ത് തന്നെയായാലും ആ സമയത്ത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം വളരെ അദ്ദേഹം ഒരു മുതിർന്ന വ്യക്തിയാണല്ലോ. ആ മുതിർന്ന വ്യക്തിക്ക് രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും, വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിൽ പോലും അവരോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഒരു സ്നേഹം കൂടി അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ട്, ഒരു സ്നേഹം കൂടിയുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയ വേദിയല്ല. പക്ഷേ അന്ന് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചത് അത്രയും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അങ്ങ് ഇകഴ്ത്തിക്കാട്ടുക, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ള വളരെ മോശമായ രീതിയിലാണ്. അതേസമയം CPM പ്രതിനിധികൾ പോലും അവർ ചിന്താ ജെറോമും ആരും തന്നെ അദ്ദേഹത്തോട് ഇത്തരത്തിൽ പെരുമാറിയില്ല എന്നുള്ളതാണ്. ഞാൻ അന്നേരം അന്തം വിട്ടുപോയി. ഇത്രയും അഹന്തയോടുകൂടി എങ്ങനെയാണ് ബൈ പൊളിറ്റിക്കലി അല്ലാത്തൊരു പ്രോഗ്രാമിൽ വന്നിരുന്നു കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയാം? അത് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് അറിയാമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉള്ളിലുള്ള ഈ അവജ്ഞയും അഹന്തയും, ഇപ്പൊ ഞാൻ എന്തൊക്കെയോ ആയിരിക്കുന്നു എന്നുള്ള ഒരു അഹന്തയുമാണ്. അത് ജൂനിയർ സതീശനാണ്. ജൂനിയർ സതീശൻ എന്ന് പറയുമ്പോൾ പോലും സതീശന് പോലും രാഷ്ട്രീയ മര്യാദ ചില സമയങ്ങളുണ്ട്. അദ്ദേഹം ചില സമയങ്ങളിൽ കൈവിട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും ഇതേ നിലപാടല്ല അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. കണ്ടു പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കം ടു ദ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും വെറുതെ കുറ്റം പറഞ്ഞതല്ല. രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന ഷാഫി പറമ്പിലും അവർക്ക് എന്തേ മനസ്സിലാവാത്ത, ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അതിനുള്ള തെളിവുണ്ട്. അമിത്ഷായെ പരിശോധിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിശോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ എല്ലാവരും ഇങ്ങനെ നിർത്തി പരിശോധിക്കേണ്ട നിയമമുണ്ട്. ഈ പറയുന്ന കവാടത്തിൽ കിടക്കുന്ന ഇന്നലെ തന്നെ PK ബിജുവിനെ, K രാധാകൃഷ്ണനെ, നേതാവ് അബ്ദുൾ വഹാബിനെ, ഇങ്ങനെ നിരവധി പേരെ പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും അറിയേണ്ടതല്ലേ? അവമതിപ്പാണ്, അറിയേണ്ടതാണ്. കാര്യം ഷാഫി എത്രയോ തവണ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇവിടെ MLA ആയിരുന്ന ആളാണ്. ഷാഫി അറിയണം. രാഹുൽ മാങ്കൂട്ടം പോട്ടെ, ഒന്നും അറിയില്ല, പറഞ്ഞു കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് പരിശോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഇത് ഉദ്യോഗസ്ഥരാണ് ഇത് പരിശോധിച്ചെങ്കിൽ മിണ്ടാതിരുന്ന് കൊടുക്കണമായിരുന്നു. എന്നിട്ട് അവരോട് കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭരണം കിട്ടിയതുപോലെ സംസാരിക്കുന്നത്. ഇന്നലെ സതീശൻ ഓടുകയായിരുന്നു ചെയ്തത്. സതീശനോട് മൈക്കം കൊണ്ട് ചെല്ലുമ്പോൾ സ്വന്തം ശിഷ്യൻ ഇങ്ങനെ പെരുമാറിയിൽ സതീശൻ മറുപടിയില്ല പറയാൻ. ഇത് ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇതിനു മുമ്പും ദേശീയ തലത്തിൽ പോലും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് അവർ വിധേയരായിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മുടെ ഈ രീതിയിൽ നമ്മുടെ ഡെമോക്രസിയിൽ ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള രീതികൾ ഇവിടെ നമ്മൾ എല്ലാവരും നിശബ്ദരാണ്. എക്സ് ഓർ വൈ. ഞാൻ ചോദിക്കട്ടെ, ആരും അതിന് അതീതരല്ല. അപ്പോൾ ഈ കാര്യം ദേശീയ തലത്തിലുള്ള നേതാക്കൾക്കും ഉണ്ടല്ലോ. അല്ല, അവരും ഇത് ബാധകമാണ്. അവർ അത് അനുസരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മിണ്ടാതെ പോയി മാറിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇതേപോലെ പരിശോധിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് പൊളൈറ്റ് ആയിട്ട് മാറിയിരുന്നു. രാഹുൽ അതിനേക്കാൾ വലുതാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ഷാഫി അല്ല വിഷയം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. അതായത് ഇതിനകത്തെ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, അയാൾക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും ഇപ്പോഴും. അയാളുടെ അഹങ്കാരം കൊണ്ട് പാലക്കാട് തനിക്ക് ഇത്രയും വോട്ട് കിട്ടിയോ, താൻ ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കണമായിരിക്കും. കാര്യം ഞാൻ ഇപ്പോഴും MLA ആണ്. ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കിയിട്ട് വരുമായിരിക്കും. കാര്യം ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നു. അല്ല, ഇത് ഈ ചേട്ടൻ പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്തും എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങൾ ആരാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതെ, പ്രീത വേറൊരു കാര്യം പ്രീത മനസ്സിലാക്കണം. പ്രീത അല്പം മുമ്പ് സംസാരിച്ചു, പ്രീത പറഞ്ഞു രാഷ്ട്രീയ മര്യാദയെന്ന്. പിണറായി വിജയൻ
വിജയൻ ഇതിനകത്ത് ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് അദ്ദേഹമാണ് സഭാനാഥൻ, സ്പീക്കർ എല്ലാം നിയന്ത്രിക്കുന്നത് ശരിയാണ്. ഒരു ജഡ്ജിന്റെ സ്ഥാനമേ സ്പീക്കർക്കുള്ളൂ. ഈ നിയമസഭ എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഒരു കോടതിക്ക് സമമാണ്, ഒരു കോടതി പോലെയാണ്, വാദി പ്രതി പോലെയാണ്. 26 വയസ്സിൽ സഭയിൽ അംഗമായ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ വ്യക്തി, മാന്യ വ്യക്തി രാഹുൽ മാങ്കൂട്ടം വിമർശിച്ചത് കാണണമായിരുന്നു. ഒരുമാതിരി കൊച്ചാക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ പ്രജിത പറഞ്ഞ ഒരു പോയിന്റോടെ ഞാനിവിടെ പറയാം. പ്രജിത, രാഹുൽ മാങ്കൂട്ടവും ഈ കാണുന്ന യുവ നേതാക്കളും എന്തുകൊണ്ട് BRM ഷഫീർ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്, എന്ത് പൊളൈറ്റ്നെസ് ആണ് അയക്കുള്ളത്? അയക്ക് എന്ത് സംസാരിക്കാൻ അറിയാം? അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പൊ ഇതിലെങ്ങനെയെന്നറിയോ, ഇതിലെ ചില ചാനൽ അവതാരകരുണ്ട്, ഞാൻ പറയുന്ന വ്യക്തിഗതയോ അവരാരും പറയുന്നതല്ല, നീണ്ട വർഷം എന്നോടല്ലെങ്കിലും താങ്കളും അല്ല പ്രജിതയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഇവർക്കൊക്കെ ഒരു മാന്യത കൊടുക്കണം. ഇപ്പൊ ഗോപാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞു, ചില ചാനലിലെ, ഞാൻ പേരും പറയുന്നില്ല, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നു പറയുന്നുണ്ട്, ചില ചാനൽ അവതാരകർ വളരെ മോശമായിട്ടാണ് ഇവരോടൊക്കെ പെരുമാറുന്നത്. കളിയാക്കുന്ന രീതിയിൽ, കൊച്ചാക്കുന്ന രീതിയിൽ. അവർ ഈങ്കുലാവ് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ജനിച്ചിട്ടുണ്ടാവില്ല ഈ ചാനൽ അവതാരകർ. 1960 രാഷ്ട്രീയം ചോദിച്ചാൽ ഈ ചാനൽ അവതാരകന് അറിയില്ലായിരിക്കും, അവതാരകയ്ക്ക് അറിയില്ലായിരിക്കും. 1970 രാഷ്ട്രീയം ചോദിച്ചാൽ ഈ ചാനൽ അവതാരകയ്ക്ക് അറിയില്ലായിരിക്കും. ഈ പറയുന്ന മനുഷ്യൻ അറിയാമായിരിക്കും. അവിടെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പോലുള്ളവർ കൊമ്പ് വെച്ച് മുളച്ച് കയറുന്നത്. അവർ മനസ്സിലാക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് നേതാവായവരല്ല ഇവരൊക്കെ. ബി ഗോപാലകൃഷ്ണൻ ആയിരുന്നാലും നമ്മുടെ വിരലിലുണ്ടാവുന്ന മറ്റ് നേതാക്കളൊക്കെ നിരവധി പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ പ്രായത്തെയും അവരുടെ അറിവിനെയും അവരുടെ പരിചയത്തെയും മാനിക്കണം. ഇവിടെ ലോകപരിചയം കുറവുള്ള രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഷാഫി പറമ്പിലിനൊപ്പം നടന്നാൽ ഷാഫി പറമ്പിൽ എന്ന ജനപ്രിയ നേതാവിന് അവമതിപ്പുണ്ടാവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ജോലി മാത്രമാണ് ചെയ്തത്. സർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ നാം സർ എന്ന് തന്നെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു.